സെക്രട്ടറി, രവിയണ്ണ അരപ്പവന്റെ മോതിരം ക്ഷേത്രത്തിൽ നടക്കി വയ്ക്കാൻ കൊണ്ടുവന്നപ്പം നിങ്ങളൊന്ന് സമ്മതിക്കാത്ത? ഞാൻ സമ്മതിക്കാത്തതല്ല, ഞാൻ പറഞ്ഞ ആ മോതിരം കൊണ്ടുപോയി വിറ്റിട്ട് അവന്റെ വയ്യാറക്കണ അമ്മയില്ലേ അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്തിനാണ് ഈ ദൈവത്തിന്റെ സ്വർണം? നിനക്കറിയാലേ, ഞാൻ ഈ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദാണ്ട കഴിഞ്ഞ തവണ ഉത്സവത്തിന് ഈ ക്ഷേത്രത്തിൽ വന്നത് 28 സ്വർണ്ണപ്പൊട്ട്, 6 മോതിരം, 1 വള, ചുട്ടി ലോക്കറ്റ് 2, ഒരു കൊച്ചു ചെയിൻ, എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ 4 പവൻ. ഈ 4 പവൻ കൊണ്ടുപോയി നമ്മൾ ദേവസ്വം ബോർഡിൽ അടച്ചു. ഈ കേരളത്തിൽ 1250 പുറത്ത് അമ്പലങ്ങളുണ്ട്. 1250 കൂട്ട്. അതിൽ തീരെ നിവർത്തിയില്ലാത്ത അര പൈസ പോലും വരുമാനമില്ലാത്ത ഒരു 100, 150, 200 അമ്പലങ്ങൾ അല്ലെങ്കിൽ 500 അമ്പലം കൂട്ട്. ചില അമ്പലങ്ങളിൽ 50, 100 പവൻ വരുമാനം വരും. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ശരാശരി എല്ലാ ക്ഷേത്രങ്ങളിലും കൂടെ നമ്മൾ ഓരോ പവൻ വെച്ച് കൂട്ടിയാലും 1250 പവൻ ഓരോ ഉത്സവത്തിനും അല്ലാതെയും കിട്ടും. അതും പോട്ട് 1000 പവൻ, ഒരു വർഷം 1000 പവനാണ് ദേവസ്വം ബോർഡിന് കിട്ടണത്. ഈ കിടന്ന് കഷ്ടപ്പെടുന്ന നമ്മൾ ഓരോന്ന് പിരിച്ചും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ദേവസ്വം ബോർഡിന് അടയ്ക്കണം. തട്ടത്തിൽ വീഴുന്ന പൈസ പോറ്റിയെടുത്തുകൊണ്ട് പോകും. രസീത് എഴുതുന്നതും കാണിക്ക വീഴുന്നതും ദേവസ്വം ബോർഡിന് കൊടുക്കണം. നമ്മൾ ഈ ഉത്സവം വരുമ്പോൾ ഓരോ വീട്ടിൽ ചെന്ന് പിരിച്ച് അവരെ ഓരോന്ന് പറഞ്ഞ് അന്നദാനം, പൂജ, കലാപരിപാടികൾ ഓരോന്നും ചെയ്ത് ഉത്സവം നടത്തണം. അതിൽ മിച്ചം വേണ്ടത് അതും ദേവസ്വം കൊടുക്കണം. മനസ്സിലായില്ലേ? പിന്നെ നാട്ടുകാർ കമ്മിറ്റി കൂടുമ്പോൾ നിനക്കറിയാമല്ലേ, മറ്റന്നാൾ പൊതുയോഗമാണ്. ഞാൻ ഇതെല്ലാം മതിയാക്കി പോകുമ്പോൾ ഞാൻ എല്ലാം എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഇവിടെ ഉത്സവത്തിന് അന്നദാനത്തിന് പായസം പ്രഥമായി മാറിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കമ്മിറ്റിക്കാർ നമ്മളെടുത്ത് കൊടുത്തതെന്നൊക്കെ അറിയാമല്ലേ. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തന്നെ വേറെ ഏതാണ്ട് ഞാൻ ഓരോന്നായിട്ട് എഴുതി വെച്ചേക്കാണ്. ടവർ കഴിഞ്ഞ തവണ ഉത്സവത്തിന് ലൈറ്റിൽ ടവർ വെച്ചിരുന്നില്ലേ, ഗണപതിയുടെ പടം ലൈറ്റിൽ, അതിൽ ഗണപതി ഇരിക്കുന്ന എലിയുടെ കണ്ണിൽ വെച്ചേക്കണ ബൾബ് കത്തിയില്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ല. അവനും അവിടുത്തെ ആ വേണവും അവൻ്റെ കൂട്ടുകാരും കൂടെ കിടന്ന് വെള്ളമടിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കിയാനൊക്കെ അറിയാല്. എന്തിനീ നാട്ടുകാരെ പരാതി കെട്ടിട്ട് ഇങ്ങനെ ഉത്സവം നടത്തി ഉള്ളതൊക്കെ ഉമാരൊക്കെ മോട്ടിക്കാനും തിന്നാനും കൊണ്ട് കൊടുക്കണം? ഞാൻ പറഞ്ഞ നീ കൊണ്ടുപോയി നിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ചോദ്യം വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റന്നാൾ പൊതുയോഗമല്ലേ വേണ്ട, ഞാൻ പറഞ്ഞോളാം. നീ എൻ്റെ കാര്യം നോക്കിക്കോ.